ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ചെറുപയർ ദോശയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ചെറുപയർ ദോശ നമ്മൾ അരച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ദോശയാണ്. മാവ് പുളിപ്പിക്കാനൊന്നും വെക്കണ്ട. ചെറുപയർ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ചെറുപയർ എന്നൊക്കെ ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അത് സ്പ്രൗട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രൗട്ട് കിട്ടും. വെള്ളം ഒന്ന് കളഞ്ഞ് തുണിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രൗട്ട്സ് ആവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ 1 കപ്പ് ചെറുപയറാണ് കുതിർത്ത് വെച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലേ, ഉലുവയും നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഞാനിത് തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇപ്പോൾ തലേദിവസം രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത് എങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അരച്ച് കഴിഞ്ഞ ഉടനെ ചുട്ടെടുക്കാൻ പറ്റും. രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു ദോശയാണിത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എന്തായാലും ചെറുപയറും ഉലുവയും നന്നായി കുതിർന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ വലിയ ജാർ എടുക്കുക. നന്നായി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ദോശമാവ് മാതിരി നന്നായി അരച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ചെറുപയറും ഉലുവയും കൂടി കുതിർത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിന്റെ സൈസ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ചെറിയ ജാറാണെങ്കിൽ 1-2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരും. ഇത് ഞാനിപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ അരയ്ക്കാൻ പോവുകയാണ്. കുറച്ച് വലിയ ജാറല്ലേ, അപ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് അരയ്ക്കാൻ പറ്റും. മിക്സിയുടെ ജാറിന്റെ സൈസ് നോക്കിയിട്ട് അരയ്ക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ദോശമാവ് മാതിരി ഇരിക്കണം കൺസിസ്റ്റൻസി. ഞാൻ ചെറുപയർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത് ചെറുപയറിൽ മുള വന്ന കണ്ടില്ലേ, അതേമാതിരി തന്നെ ഉലുവയിന്നും ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്, സ്പ്രൗട്ട് ആയിട്ടുണ്ട് അതും. അപ്പം വളരെ നല്ലതാണ് ഉലുവ. എസ്പെഷ്യലി PCOD ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഉലുവ ഡെയിലി കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വളരെ നല്ലതാണ് ദഹനത്തിനെല്ലാം. ചിലവർക്ക് ചെറുപയർ ചേരില്ല എന്നുള്ളവർക്കെല്ലാം ഈ ദഹിക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. ദഹനമൊക്കെ ഒന്ന് ശരിയാവാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ മാവ് അരച്ച ശേഷം ഞാൻ ഉപ്പ് ആഡ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ഒന്നിച്ചിട്ട് എല്ലാം കൂടെ ഒരു ട്രിപ്പിൽ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് മാവ് അരച്ച് വന്നാൽ ദോശ ചുടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. കണ്ടില്ലേ, നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ തന്നെ ശരിക്കും ഒരു ഗ്രീൻ കളറാണ്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മാവ് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ദോശക്കല്ല് ചൂടാക്കാൻ വെക്കണം. കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ദോശ ചുട്ട് വരും. ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ കഴിക്കാം. ഇനി നമുക്ക് ഫർദർ ഒന്നും ആഡ് ചെയ്യാനില്ല. വേണമെങ്കിൽ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് അരയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. കുറച്ചുകൂടെ സ്പൈസി ആണ് വേണമെങ്കിൽ ഒരു പച്ചമുളകും വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. മിക്സിയിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി ദോശ കൺസിസ്റ്റൻസിയിലാക്കിയിട്ടുണ്ട്. അതേസമയം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് പരത്തി ദോശ ചുട്ടെടുക്കാം. ഞാൻ ഇന്ന് 2 രീതിയിൽ ദോശ ചുട്ട് എടുക്കുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ 2 രീതി ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് പ്രിഫർ ചെയ്യാം. ഇതൊന്ന് കണ്ടിട്ട് ഏതാണോ ഇഷ്ടം അതുമാതിരി ചെയ്യാം. ഒരു രീതി ഞാൻ ആ ദോശ കയ്യിലൊഴിച്ചു, നമ്മുടെ മാവ് പരത്തി നോൺ സ്റ്റിക്ക് പാനിലോട്ട്, ഏത് പാൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ആണ് ഞാൻ സാധാരണ പ്രിഫർ ചെയ്യുന്നത്. ഇരുമ്പ് പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നതെങ്കിൽ ഞാൻ നല്ലെണ്ണയായിരിക്കും കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക. ഇന്ന് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ദോശ കട്ടിയിലല്ല ഉണ്ടാക്കുക, വളരെ തിന്നായിട്ടാണ് എനിക്കിഷ്ടം. ഇത് ഞാൻ അടച്ചു വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണ ഈ ദോശ. ഇതല്ലാത്ത രീതിയും ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ദോശ ഒരു കയ്യിലൊഴിച്ചു, നന്നായി പരത്തി അതിൻ്റെ ചുറ്റും കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യോ വെണ്ണയായാലും കുഴപ്പമില്ല.
അതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. കണ്ടില്ലേ, അതിലൊരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ വെന്ത് വന്നു. ഇനി നമുക്ക് ഇത് എടുക്കാം. പാനിൽ നിന്നും എല്ലാ സൈഡും ഒന്ന് വിടിയിക്കാം. എന്നിട്ട് നമുക്ക് പാനിൽ നിന്ന് പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. ഇത് ഒരു ടൈപ്പ് ഓഫ് ദോശ. ഇനി ഞാൻ വേറൊരു രീതി കൂടെ ദോശ കാണിച്ചു തരാം. ഓക്കെ, ഇതേമാതിരി ഞാൻ രണ്ടു മൂന്ന് ദോശ കൂടെ ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് എൻ്റെ വീട്ടിൽ ആവി ദോശ എന്നാ പറയും. ഇങ്ങനെ അടച്ചു വെച്ച് ഉണ്ടാക്കുന്ന ദോശയെ ആവി ദോശ പറയും. രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല, മറിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ അരിദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് വീട്ടിൽ അടച്ചു വെച്ച് വയ്ക്കുമ്പോൾ മറിച്ചിടാറില്ല. ഓൾറെഡി ആ ആവി തന്നെ വെന്ത് വരും. അതുകൊണ്ട് ഇതുപോലെ ഞാൻ ബാക്കി 2-3 ദോശ കൂടെ ഉണ്ടാക്കാൻ പോകണം. ഞാൻ മറ്റേ രീതിയും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. ഇനി മറ്റേ രീതി നോക്കാം. ഞാൻ അടച്ചു വെക്കാതെ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കണമെന്ന് കൂടെ കാണിച്ചു തരാം. ദോശ അതേമാതിരി തന്നെ ഒരു കയ്യിലെടുക്കുക, ഒഴിക്കുക പാനിലോട്ട്, നന്നായി പരത്തുക. ഞാൻ വളരെ തിൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ദോശ മറ്റേ ദോശയെക്കാട്ടിലും കുറച്ചുകൂടെ ക്രിസ്പ്നെസ് വരും, കുറച്ചുകൂടെ ക്രിസ്പാവും. നമ്മൾ അടച്ചു വെച്ചിട്ടല്ലല്ലോ വേവിക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ ക്രിസ്പാവും. അപ്പോൾ ക്രിസ്പി ദോശയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ല സോഫ്റ്റ് ദോശ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചുണ്ടാക്കാം കേട്ടോ. മറ്റേത് മാതിരി തന്നെ നമ്മൾ കുറച്ച് നെയ്യോ നല്ലെണ്ണയോ ഇട്ട് കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതേമാതിരി അടച്ചു വെക്കുന്നില്ല. മറ്റേ ദോശയിൽ നമ്മൾ അടച്ചു വെച്ചു, ഇതിൽ അടച്ചു വെക്കുന്നില്ല. ഈ രീതിയിൽ അടച്ചു വെക്കുന്നില്ല. അടച്ചു വെക്കാതെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ദോശ നല്ല ക്രിസ്പായിട്ട് വരും, നല്ല ക്രിസ്പി ദോശയായിട്ട് വരും. ഇത് നമുക്ക് അരിദോശയിലും ചെയ്യാം. അരിദോശ ചെയ്യണമെങ്കിൽ ഞാൻ മറിച്ചിടാറുണ്ട്, രണ്ട് സൈഡും കുക്ക് ചെയ്യാറുണ്ട്. ഇത് വളരെ തിന്നായിട്ടാണ് ഞാൻ പരത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മറിച്ചിടുന്നില്ല. അതേമാതിരി തന്നെ മടക്കി എടുക്കുകയാണ്. വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് എടുക്കാം. കണ്ടില്ലേ, അതിന്റെ കളറെല്ലാം മാറി ഇപ്പൊ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മറ്റേ ദോശയെക്കാട്ടിലും കുറച്ചുകൂടെ ക്രിസ്പാണ്. അപ്പൊ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കൂ. ഏതാണോ ഇഷ്ടം അല്ലെങ്കിൽ ഏതാണോ ടേസ്റ്റി ആയി തോന്നുന്നത് അതേപോലെ നമുക്ക് കഴിക്കാം. അല്ലേ, കുറച്ചുകൂടെ ക്രിസ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ രീതിയിൽ ഞാൻ ബാക്കിയുള്ള 2-3 ദോശ കൂടി ഉണ്ടാക്കട്ടെ. ഹസ്ബൻഡിന് കുറച്ച് സോഫ്റ്റ് ദോശയും എനിക്ക് കുറച്ച് ക്രിസ്പി ദോശയാണ് എനിക്കിഷ്ടം. അപ്പം എന്തായാലും ഞാൻ ദോശ എനിക്കിവിടെ ചുട്ടെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ചെറുപയർ ദോശ എന്തായാലും റെഡിയായി. ഞാൻ ബാക്കി കൂടെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2-3 ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തക്കാളി ചട്നിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ചട്നി ആയാലും കുഴപ്പമില്ല. അപ്പൊ ചെറുപയർ ദോശ എന്തായാലും റെഡിയായി. അപ്പൊ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.